സീസൺ 7 ആദ്യ വീക്കെൻഡ് എപ്പിസോഡ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ആദ്യ എലിമിനേഷൻ നടന്നു. ഒരാളാണ് ഇത്തവണ എലിമിനേറ്റ് ആയത്. നമ്മളെല്ലാം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മുൻഷി രഞ്ജിത്ത് തന്നെയാണ് ഔട്ടായത്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ ഇതായിരുന്നു. നമ്മുടെ അനുവിനെതിരെ അക്ബർ നോക്കിയ നോട്ടം ശരിയായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു വിഷയം. അതോടൊപ്പം തന്നെ അനീഷിനെതിരെ വന്ന പരാതി പെട്ടിയിലുള്ള പരാതി പ്രവാഹം, ഇതായിരുന്നു ഇന്നത്തെ മെയിൻ ടോപ്പിക് ലാലേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പായി എല്ലാവർക്കും BBM ടോക്ക് വിത്ത് പ്രശു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. ഇനി കം ടു ദ മാറ്റർ. സാധാരണ വീക്കെൻഡിൽ എങ്ങനെയാണ് നടക്കുന്നത്? സാധാരണ നമ്മുടെ എല്ലാ സീസണിലും വീക്കെൻഡിൽ നടക്കുക എന്നുള്ളത്, അതായത് എലിമിനേഷൻ നടക്കുക ഏറ്റവും അവസാനമായിരിക്കും അല്ലേ? പക്ഷെ ഇത്തവണ അങ്ങനെ അല്ലായിരുന്നു നടന്നത്. ആദ്യമേ തന്നെ എലിമിനേഷൻ നടക്കുകയാണ് ചെയ്തത്. ലാലേട്ടൻ വന്ന ഉടനെ തന്നെ എല്ലാവരും എണീറ്റ്, അതായത് നോമിനേറ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാം എണീറ്റ് നിർത്തിയിട്ട് ലാലേട്ടൻ അനൗൺസ് ചെയ്യുന്നു, ഇന്ന ആളാണ് ഔട്ടായത്. ആരാണ്? നമ്മുടെ മുൻഷി രഞ്ജിത്താണ് ഔട്ടായെന്ന് ലാലേട്ടൻ അനൗൺസ് ചെയ്യുന്നു. അതിനുശേഷം മുൻവാതിലൂടെ എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം മുൻവാതിലൂടെ വരാൻ പറയുന്നു. പക്ഷെ ഇതിൽ എന്താ പറ്റിയെന്നറിയാവോ? നമ്മുടെ മുൻഷി രഞ്ജിത്ത് യാതൊരുവിധ റെസ്പെക്റ്റും, അതായത് ഒരു ബഹുമാനവും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കാണ്ട് കേട്ട പാടെ കേൾക്കാത്ത പാടെ ഉടനെ ഇറങ്ങി ഓടുമായിരുന്നു. അതായത് നേരെ ഡോറിന് എടുത്തിട്ട് പോയിരുന്നു. എല്ലാ കണ്ടസ്റ്റൻസും ചേട്ടാ ചേട്ടാ യാത്ര വേണ്ടേ, ചേട്ടാ 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 എന്ന് എല്ലാവരും പുറകെ കിടന്ന് വിളിക്കുന്നു. പുള്ളിക്കാർ ഇവരാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. നേരെ റൂമിനെടുത്തോട്ട് പോകുമായിരുന്നു. അതായത് അകത്തുള്ള ഡോറിനെടുത്തോട്ടാണ് പോയത്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു യാത്ര പറഞ്ഞു വന്നാൽ മതി രഞ്ജിത്ത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പുള്ളിക്കാരൻ ദേഷ്യമായി പോയി. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. സംഭവം പുള്ളി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എലിമിനേറ്റ് ആവുന്ന സംഭവം പുള്ളി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് സംഭവം. പെട്ടെന്ന് ഷോക്കിംഗ് ന്യൂസ് ആയിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് ഒരു ചെറിയൊരു ദേഷ്യം മറ്റോ ആണെന്ന് തോന്നുന്നു വന്നതായിരിക്കാം. പെട്ടെന്നുണ്ടാവുന്ന ഒരു മൊമെന്റ് അല്ലേ, പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷൻ ആണ്. അങ്ങനെ സംഭവിച്ചതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അങ്ങനെ പുള്ളി പെട്ടെന്ന് ഡോറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ചെയ്തത്. എന്ത്? അതായത് മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് യാത്ര പറഞ്ഞതിന് ശേഷം മുൻവാതിലിലൂടെ പുറത്തേക്ക് വരുമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് പുള്ളിക്കാരൻ വന്ന് ബാക്കിയുള്ളവരോടെല്ലാം യാത്ര പറയുന്നത്. അത് ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയി. എന്നാലും പുള്ളി വലിയ രീതിയിലുള്ള യാത്ര പറച്ചിലൊന്നുമല്ല. ജസ്റ്റ് പറഞ്ഞ് പെട്ടെന്ന് കയറി നടന്ന് എങ്ങനെയെങ്കിലും ഡോർ തുറന്ന് പോകാന്നുള്ളതായിരുന്നു. നന്നായിട്ട് പുള്ളിക്ക് ദേഷ്യം ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അവസാനമാണ് പുള്ളിക്കാരനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത്. സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന നിമിഷം ഒരു സംഭവം ഉണ്ടായി. അതായത് മറ്റേ ഇതുണ്ടായിരുന്നല്ലോ, കംപ്ലൈന്റ് ബോക്സ് ഉണ്ടായിരുന്നല്ലോ. എല്ലാവർക്കും മറ്റുള്ളവർക്കെതിരെ പരാതി ലാലേട്ടന് കൊടുക്കാമെന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ബോക്സ് ലാസ്റ്റ് വീക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ഇഷ്ടമാതിരി കംപ്ലൈന്റ് ചെയ്ത്. പക്ഷെ ലാലേട്ടൻ നമ്മുടെ മുൻഷി രഞ്ജിത്തിന്റെ കംപ്ലൈന്റ് സ്റ്റേജിലോട്ട് കൊണ്ടുവന്നു. ആ പേപ്പർ എടുത്ത് ലാലേട്ടൻ വായിക്കുകയുണ്ടായി. ഇങ്ങനെയായിരുന്നു അതിൽ എഴുതിയിരുന്നത്: ലാലേട്ട, എനിക്ക് എന്റെ സഹമത്സരാർത്ഥികളോട് ആരോടും തന്നെ ഒരു രീതിയിലുള്ള പരാതിയും ഇല്ല. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ഇമോഷണൽ ആയി പോയായിരുന്നു. എല്ലാവർക്കും കണ്ടസ്റ്റൻസിനാണെങ്കിലും കേട്ടുകൊണ്ടിരുന്ന നമുക്കാണെങ്കിലും ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു മുൻഷി രഞ്ജിത്തിന്റെ അങ്ങനെ ആദ്യത്തെ സീസൺ 7 ആദ്യത്തെ എലിമിനേഷൻ രഞ്ജിത്ത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ വിഷയം ഈ ബോക്സ് എടുത്തതായിരുന്നു. അതായത് നമ്മുടെ കംപ്ലൈന്റ് ബോക്സ് ഉണ്ടല്ലോ, കംപ്ലൈന്റ് ബോക്സ് എടുത്തുകൊണ്ട് വരുന്നു. കംപ്ലൈന്റ് ബോക്സിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ 90% കംപ്ലൈന്റും നമ്മുടെ അനീഷിനെതിരായിട്ടുള്ള കംപ്ലൈന്റ് ആണ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും എഴുതിയിരിക്കുന്നത്, ശരത്ത്, എല്ലാവരും 99% കണ്ടസ്റ്റൻസും എഴുതിയിരിക്കുന്നത് നമ്മുടെ അനീഷിനെതിരെയാണ്. നമ്മുടെ അനീഷിനുണ്ട്, കോമണറായിട്ട് എത്തിയ അനീഷിനെതിരായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് എണീറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആദ്യം ആദില നൂറയ്ക്കുള്ള ഒരു കംപ്ലൈന്റ് ആയിരുന്നു. അത് കുറച്ചൊരു വലിയൊരു സബ്ജക്റ്റ് ആണ്. ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പ്രത്യേകം വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. തൽക്കാലം നമുക്ക് ബാക്കിയുള്ളവരുടെ കാര്യം പറയാം. അഭിലാഷ് എണീറ്റ് എന്ന് പറയുന്നു, അത് കണക്ക് അനു എണീറ്റ് എന്ന് പറയുന്നു, ബാക്കിയുള്ളവരെല്ലാവരും പറയുന്നു. പക്ഷെ ഇതിലൊക്കെ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ലാലേട്ടൻ അനീഷിനെ ഡിഫെൻഡ് ചെയ്യുമായിരുന്നു. അതായത് ഒന്ന് പുറകിൽ നിന്നൊരു സപ്പോർട്ട് കൊടുക്കുകയായിരുന്നു. ഇവര് പറയുന്നത് ഒന്നും, ആരെന്തൊക്കെ പറഞ്ഞു, എത്ര വാലിഡ് ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞു, ഇതിനെയൊക്കെ ലാലേട്ടൻ ക്രോസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അനീഷും ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു.
അനീഷ്, ഞാൻ പറയുവാണ്, അനീഷ് ഒരു ബ്രില്യൻ ഗെയിമറാണ്. അനീഷിന് അറിയാം, അനീഷ് കൃത്യമായി പഠിച്ച് തന്നെ വന്നിരിക്കുന്നത്. അനീഷിന് അറിയാം ഇവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും എങ്ങനെ ഈ ഗെയിം കളിക്കണമെന്ന് നന്നായിട്ട് അറിയാം. അനീഷ് ഒരുപാട് ഇത് പോവുകയും ചെയ്യും. കാരണം അനീഷിനെ കൊണ്ട് ഇപ്പൊ ബിഗ് ബോസ് ടീമിന് ഒരുപാട് കണ്ടന്റുകൾ കിട്ടുന്നുണ്ട്. അപ്പം ഈ കണ്ടന്റുകൾ കിട്ടുന്നതുകൊണ്ട് തന്നെ അനീഷിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ചാനലും ബിഗ് ബോസ് ടീമും ഡെഫിനറ്റ്ലി ശ്രമിക്കുകയും ചെയ്യും. അതാണ് ഇന്ന് നമ്മൾ ലാലേട്ടനിലൂടെ സംഭവം കണ്ടത്. അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. ഇന്നലെയും അതുപോലെ തന്നെ എല്ലാം മൗനം സമ്മതം എന്നുള്ള രീതിയിലായിരുന്നു ലാലേട്ടനും സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. അതായത് ലാലേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പുള്ളിക്കാരനില്ല എന്ന് വിചാരിക്കണം. ഇങ്ങനൊരു കണ്ടസ്റ്റൻസ് വീട്ടിലുണ്ടെങ്കിലാണല്ലോ, ഐ മീൻ നിങ്ങൾ അങ്ങനെ പോയി ഇത് ചെയ്യുന്നത് കൊണ്ടാണല്ലോ അയാൾക്ക് ആ സ്പേസ് കിട്ടുന്നത്. പുള്ളിക്കാരനെ നിങ്ങൾ ഇത് ചെയ്യാണ്ടിരുന്നാൽ മതി, പുള്ളിക്കാരനെ മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പുള്ളിക്കാരനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എല്ലാം ഡിഫെൻഡിങ് ആയിരുന്നു. പക്ഷേ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഭയങ്കരമായിട്ടൊന്ന് ബ്രേക്കിന് പോയപ്പോഴത്തേക്ക് അഭിലാഷ് ചാടി ഇറങ്ങി അനീഷിനെതിരെ വന്ന് അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുകയുണ്ടായി, ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അനീഷ് ഇങ്ങനെ ഒരു സെന്റൻസിൽ എന്തെങ്കിലും ഇവർ പ്രൊവോക്ക് ചെയ്തിരിക്കും. എനിക്കറിയത്തില്ല കേട്ടോ, വല്ല ഫിസിക്കൽ അസോൾട്ട് വല്ലതും ഇനി വരുന്ന ആഴ്ചകളിൽ പുള്ളിക്കാരൻ്റെ ഇത് സഹിക്കുക വയ്യാതെ ആരെങ്കിലും അറ്റാക്ക് വന്ന് നല്ലൊരു പേടി എനിക്ക് നന്നായിട്ട് അനീഷിന്റെ കേസിലുണ്ട്. അത്ര പ്രൊവോക്കേഷനാണ് അനീഷ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നത്. അതിന് പൂർണ്ണ പിന്തുണ നമ്മുടെ ബിഗ് ബോസ് ആൻഡ് ടീം കൊടുക്കുന്നും ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനുവിന്റെ വിഷയമായിരുന്നു. അനുവിന്റെ വിഷയം വളരെ നിസ്സാരമായിട്ടുള്ള വിഷയമാണ്. എനിക്കൊന്ന് വിഷയദാരിദ്ര്യം കാരണം ബിഗ് ബോസ് ടീം എടുത്തുകൊണ്ടൊരു വിഷയമായിരുന്നു. അതായത് അനു പറയുന്നുണ്ടായ ഒരു ക്ലിപ്പിനകത്ത് അനു പറയുന്നുണ്ടായിരുന്നു, അതായത് എനിക്ക് നമ്മുടെ അക്ബർക്ക് ഇഷ്ടമല്ല, അക്ബർ എന്നെ നോക്കുന്ന നോട്ടം ശരിയല്ല. ഈ ഒരു കണ്ടന്റ് എടുത്തിട്ട് ഒരു വലിയൊരു വിഷയമായിട്ട് ബിഗ് ബോസ് ടീം ഊതിപ്പിരിപ്പിക്കുകയാണ്, ലാലേട്ടന്റെ ടീം. അത് വളരെ മോശമായി പോയി. കാരണം അങ്ങനെ ഒരു മെസ്സേജ് എന്നിട്ട് അത് ഇന്ന് പ്രമോല് വിടുകയും ചെയ്തു. അപ്പൊ ആൾക്കാരെല്ലാം അത് തെറ്റായിട്ട് രീതിയിൽ, അക്ബറിനെതിരെ തെറ്റായിട്ടുള്ള രീതിയിലല്ലേ എടുക്കത്തുള്ളൂ. സ്വാഭാവികമായിട്ടും തെറ്റായിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത്. കാരണം എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏത് രീതിയിലാണ് അനു പറഞ്ഞെന്നുള്ളത്. ആ നോട്ടം ശരിയല്ലെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് രീതിയിലല്ലായിരുന്നു. പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളും പറയുന്ന ഇതൊന്നും അനുവിന് യോജിച്ചു പോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള പറച്ചിലാണ് പറഞ്ഞത്. എന്തായാലും അത് എടുത്തിട്ട് ക്ലിയർ ചെയ്തു. പക്ഷെ പ്രൊമോഷനിൽ കൊടുത്തതാണെങ്കിലും ഇങ്ങനൊരു വിഷയം എടുക്കുമ്പോഴത്തേക്കും അക്ബറിന്റെ ക്യാരക്ടറിനെ അത് സ്വാഭാവികമായിട്ടും ബാധിക്കും. പ്രമോ മാത്രം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അക്ബറിനെതിരെ ഒരു സംശയത്തിനിടയിൽ അക്ബറിനെ നിർത്തുകയും ചെയ്യും. എന്തായാലും അതങ്ങനെ ക്ലിയർ ആയി. അക്ബർ ഷോക്കായി പോയത് കേട്ടപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അനുവിൻ്റെയും ശരത്തും എല്ലാവരും കൂടി ചേർന്ന് അനീഷിനെതിരെ പറഞ്ഞത് തന്നെ സെയിം വിഷയം തന്നെ. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ ശത്രുവിനെ മിത്രമാക്കൂ എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞു വിട്ടേക്കുന്നത്. അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ സഹിച്ചോ എന്ന സംഭവം ലാലേട്ടൻ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജയിൽ ഇഷ്യൂ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ജയിൽ ഇഷ്യൂവിനകത്ത് ശരത്തും അനുവായിരുന്നല്ലോ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. ശരത്തും അനുവും ജയിലിൽ കിടന്നപ്പോഴത്തേക്ക് ഇവർ ഒരുപാട് റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അനു അകത്ത് കിടക്കുമ്പോൾ തന്നെ നമ്മുടെ നെവിൻ കൊണ്ടുവന്ന് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ജയിലിൽ കിടക്കുമ്പോഴത്തേക്ക് അത് അലൗഡ് അല്ലല്ലോ. പഴയ സീസണിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് അതിൽ കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു തരത്തിലുള്ള ഒരു സീരിയസ്നെസ് ഒന്നും അനുവും ശരത്തും ആ ജയിലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്കൊക്കെ അനീഷിനോടുള്ള ദേഷ്യമാണ്, അനീഷിനോടുള്ള കലിപ്പാണ്. ഈ അനീഷിനോടുള്ള കലിപ്പ് കാരണം ഇവര് വെളിയിൽ ഇറങ്ങി പോവുക, പോയി ഒളിച്ച് കളിക്കുക, അല്ലെങ്കിൽ വെളിയിൽ പോയി ഇരിക്കുക, ടാസ്ക് പ്രോപ്പർലി ചെയ്യാതിരിക്കുക, അനീഷായിട്ട് പ്രൊവോക്കേഷനിൽ മാത്രം ഏർപ്പെടുക, പോയി പല്ല് തേക്കുക, ഡ്രസ്സ് മാറാനുള്ള ശ്രമം നടത്തുക. ഇതൊന്നും ജയിലിൽ നിൽക്കുമ്പോഴത്തേക്ക് അനുവദനം അല്ലാത്തൊരു പരിപാടിയാണ്. സംഭവം ആകെ അലൗഡ് ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ബാത്റൂം യൂസ് ചെയ്യാം. അതും ക്യാപ്റ്റന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ള, ബിഗ് ബോസ് ജയിലിനകത്ത് അലൗഡ് ആയിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം ലംഘിച്ച് ഇവരെല്ലാം യൂസ് ചെയ്തു. അത് ലാലേട്ടൻ റേസ് ചെയ്യുണ്ടായി. ഇവർ രണ്ടുപേരും ഇനി ഒരിക്കലും ചെയ്യത്തില്ല എന്നും ലാലേട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. ഇതൊക്കെയായിരുന്നു. അല്ലാതെ ഭയങ്കര വലിയൊരു സംഭവമൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ ഇല്ലായിരുന്നു. ഇന്നലത്തെ പോലെ വലിയ കാര്യങ്ങളൊന്നും. പിന്നെ മറ്റേ ഡോക്ടറിന്റെ ഇഷ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമ്മുടെ അനു ഷാനവാസും ചേർന്നുണ്ടല്ലോ. ഷാനവാസാണ് അതിനൊന്ന് നെഗറ്റീവ് തമാശവൽക്കരിച്ചതാണ്. പക്ഷെ ഷാനവാസിന് അത് ഓൾറെഡി നെഗറ്റീവ് ആവുകയും ചെയ്തായിരുന്നു. അനു ആ രീതിയിലല്ല പറഞ്ഞത്. എന്താണ് ഡോക്ടേഴ്സ് എല്ലാം പൈസ മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പാനി ശരത്തിന് പെടലി വേദന വന്നപ്പോഴത്തേക്ക് അനു പറഞ്ഞു, ചേട്ടാ ഇതിന് ഡോക്ടറിനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ചൂട് നമ്മുടെ ഇത് കൊടുത്താൽ മതി, എന്തുവാണ് ആവി പിടിക്കുന്നുണ്ടല്ലോ,
ആവി പിടിക്കൽ ചെയ്താൽ മതി, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോഴത്തേക്ക് അതിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ഷാനവാസ് പറഞ്ഞു. അപ്പൊ ഡോക്ടർമാരൊക്കെ ചുമ്മാ ഇരിക്കുകയാണ്. ഡോക്ടർമാർ അപ്പം അനു പറഞ്ഞു ഡോക്ടർമാരെല്ലാം പൈസ മേടിച്ചിട്ട് ഇത് ചെയ്യുന്നതാണ്, അല്ലാതെ വലിയ കാര്യമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അതൊരു മാനിപ്പുലേഷൻ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. അത് ഷാനവാസിന്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. അതെടുത്തിട്ട് ലാലേട്ടൻ പറഞ്ഞു ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, നമ്മൾ സോഷ്യലി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഇത്രയും വലിയൊരു ചാനലിൽ വന്നിട്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ തമാശയാണെങ്കിൽ ശരി തന്നെ ഓരോ വാക്കുകളും വളരെയധികം കെയർഫുൾ ആയിരിക്കണം എന്ന് ഷാനവാസിനോടും അനുവിനോടും പറഞ്ഞ് മനസ്സിലാക്കി. ഇതല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായില്ല. പിന്നെ നമ്മുടെ ആദില നൂറ അനീഷിന്റെ ഇഷ്യൂ ആണ്. അത് തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇത് വലിച്ചിട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഇനി നാളെ വരാൻ പോകുന്ന ഒരു ട്വിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവരുടെ പൊസിഷൻസ് എല്ലാ സീസണിലും ഉള്ളതാണ്. സാധാരണ കുറെ കഴിയുമ്പോഴത്തേക്കാണ് അത് കൊണ്ടുവരുന്നത്. അതായത് നിങ്ങളുടെ 1ാം സ്ഥാനം 2ാം സ്ഥാനം നിങ്ങളിൽ ആരാണെന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് സീറ്റിനകത്തോട്ട് ഇരിക്കണം. ആ ഇരിക്കുന്നത് അതിനറിയാമല്ലോ, അനീഷ് എനിക്ക് 1ാം സ്ഥാനം വേണം, എനിക്ക് 1ാം സ്ഥാനം വേണമെന്നും പറഞ്ഞിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നില്ലായിരുന്നു. അനീഷ് അത് വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഏറ്റവും കൂടുതൽ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി അവിടെ പണിയെടുക്കുന്നത് അനീഷ് ആണെന്നുള്ളത് 100% അതിൽ നിന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ ആ ടാസ്ക് എനിക്ക് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ബിഗ് ബോസ് ദേഷ്യം വന്നിട്ടാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇനി ഈ വീട്ടിൽ ഒരു തരത്തിലുള്ള ടാസ്കുകളും ഉണ്ടാകത്തില്ല, ഒരു തരത്തിലുള്ള അനൗൺസ്മെന്റും ഉണ്ടാകത്തില്ല. അതോടൊപ്പം തന്നെ താൽക്കാലികമായി ഈ സീസൺ ഇവിടെ നിർത്തിവെക്കുന്നു കേട്ടോ. താൽക്കാലികമായി ഈ സീസൺ ഇവിടെ നിർത്തിവെക്കുന്നു എന്നും കൂടെയാണ് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും നാളെ ലൈവില് കാണാം. നമുക്ക് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അത് കാണാൻ പറ്റും എന്താ സംഭവം എന്നുള്ളത്. അത് അറിയുന്ന വഴിക്ക് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. നാളെ മുതൽ അങ്ങോട്ട് ഇനി പുതിയ അംഗമായിരിക്കും, പുതിയ വീക്കാണ്, പൊളി എപ്പിസോഡുകൾ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരെയും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി മറക്കാണ്ട് ഒരു കാര്യം ചെയ്യണം. എന്താണ് ബിബി ടോക്ക് വിത്ത് പ്രശു എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ.